പിന്നെ ഞാൻ എന്തിനാടാ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? അഴിച്ചേതെങ്കിലും ആറ്റി കളഞ്ഞാ പോരെ? സാറിന്റെ എത്തിക്സ് ഒക്കെ എനിക്കറിയാം, പക്ഷേ സാറത് കാണിക്കേണ്ട സന്ദർഭം ഇതല്ല. സുജാത, താൻ എന്റെ സബോർഡിനേറ്റ് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും താഴേക്കിടയിലുള്ളൊരു ഓർഡറിലെയാ. ഞാൻ പറയുന്നത് താനങ്ങ് അനുസരിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് ഹാജരാക്കണം. കഴിയുമെങ്കിൽ ജാമ്യം കിട്ടാതെ റിമാൻഡ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഒരു കാരണവശാലും ഈ കേസ് അന്വേഷിക്കുന്ന നമ്മളാവരുത്. എന്താണെന്ന് ചെയ്യാനുള്ള ഏർപ്പാടുകൾ. സാർ എന്നോട് ക്ഷമിക്കണം. ഇനി ഇതിന്റെ പേരിൽ സാർ എനിക്ക് പണിഷ്മെന്റ് തന്നാലും സാരമില്ല. ഇക്കാര്യത്തില് സാർ ഇങ്ങനെ പിടിവാശി കാണിക്കരുത്. ആർക്കു വേണ്ടിയാ സർ? ഏത് നിയമത്തെ സംരക്ഷിക്കാനാ സർ? അഴിമതിയും സ്വജന പക്ഷപാതവും കൈക്കൂലിയും എന്താ സർ രാഷ്ട്രീയക്കാരന്റെ മാത്രം കുത്തകയാണോ? നിയമം നിയമപാലകന് പാലിക്കാൻ മാത്രമുള്ളതല്ല സർ. വല്ലപ്പോഴും സ്വന്തം ആവശ്യത്തിന് ഇങ്ങനെ തെറ്റിക്കാൻ കൂടി ഉള്ളതാ. 1000 നന്മകൾ ചെയ്യുന്നതിനിടയില് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനൊരു വിട്ടുവീഴ്ച ചെയ്യുന്നതില് ഒരു തെറ്റും ഇല്ല സർ. ഇല്ലെങ്കിൽ നാളെ കാലം സാറിനെ തിരുമണ്ടനെന്ന് വിളിക്കും. സ്വന്തം ഭാര്യ പിടിപ്പുകെട്ട ഭർത്താവെന്ന് വിധി എഴുതും. എന്തിനാ സർ? എന്തിനാ ഇങ്ങനെ സ്വയം ഇല്ലാതാവുന്നേ? ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ചേച്ചിയെ രക്ഷിക്കണം. എന്താടോ സുജാത താനിങ്ങനെ? കാക്കയിട്ട് പോയെങ്കിലും ഞാനൊരു പെണ്ണാ സർ. ചേച്ചിയെ എനിക്ക് മനസ്സിലാവും. പേടിക്കണ്ട സാറ്, പെട്ടെന്നുള്ള സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ എത്രയോ പേര് അറിഞ്ഞോ അറിയാതെയും ഇതുപോലുള്ള ആളുകളുടെ അടുത്ത് പോകുന്നു. അതൊക്കെ ഓരോ മനുഷ്യരുടെയും മനസ്സിന്റെ ദൗർബല്യമല്ലേ?